എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ. എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ. ഇന്ന് ഇത് കൈ പിടിച്ചുകൊണ്ട് വർത്താനം പറഞ്ഞാലോ? നിൽക്കട്ടെ. ഇത് വേണ്ട. അച്ഛാ, ബോണി, ഇന്നെന്ത് വളരെ ഹാപ്പി ആയിട്ടാണല്ലോ, കുറെ പൂക്കളൊക്കെ ആയിട്ട്. ഒരു എന്തോ ഒരു അന്നത്തെ കാര്യം ഇന്നൊരു സന്തോഷമുണ്ട്. എന്താ അല്ല, നല്ല ശബ്ദമൊക്കെ ആണല്ലേ, ഒരു നല്ല തോന്നല്. അല്ല, അതിപ്പോ പറയേണ്ട കാര്യമില്ല, അച്ഛന് കഴിവുണ്ട്. എന്തോ ഒരു അച്ഛൻ്റെ സ്വരവും അപ്പം ഒരു എന്തുകൊണ്ടൊരു നന്നായിട്ടൊക്കെ ചെയ്യാവുന്നൊരു ചിന്ത. ആണോ? പാട്ടിനൊക്കെ ഒരു ശബ്ദമൊക്കെ ഒരു അങ്ങനെയാണെങ്കിൽ ഇന്ന് അടിപൊളിയായിരിക്കുമല്ലോ. നല്ല ശബ്ദത്തിൽ പാടാന്നൊക്കെ ഒരു ചിന്ത. ഒരു ഞാനിത് നോക്കുകയായിരുന്നു, ഇതൊക്കെ ഏതെങ്കിലും ഒന്ന് പറ്റിയതല്ലാന്ന് വെച്ചേ ഞാൻ ഒന്ന് സെറ്റ് ചെയ്തൊക്കെ നോക്കുകയായിരുന്നു. ഞാനിങ്ങനെ ഏത് പാട്ട്, എനിക്കിഷ്ടമുള്ളൊരു പാട്ട് പാടിയാലോ? അച്ഛൻ എന്തായാലും ഇന്ന് വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? നല്ല ജീവൻ്റെ എന്ത് പറ്റി അച്ഛാ? പാടിക്കോ. ആഗ്രഹിച്ചതുപോലെ അങ്ങോട്ട് പാടാൻ പറ്റുന്നില്ല. അല്ല, ജീവൻ്റെ അച്ഛൻ ഞാനൊരു കാര്യം പറയട്ടെ, അച്ഛന് വിഷമം തോന്നരുത്. ബോണി, വളരെ വളരെ എല്ലാ ദിവസത്തേക്കാളും ഒരു മോശമായിട്ട് തോന്നണം എനിക്ക് സ്വരം. അച്ഛൻ നല്ല സ്വരമാണെന്ന് പറഞ്ഞിട്ട് സോറി കേട്ടോ. ഞാൻ എൻ്റെ കഴിവിലിച്ചിരി ഇങ്ങനെ മതിമറന്നോ എന്നൊരു സംശയം. എപ്പോഴും ശബ്ദം കറകറാന്നിരുന്നേ. ഇന്നിങ്ങനെ ഞാൻ ഇച്ചിരി നമ്മൾ തന്നെ ഒരു വെപ്രാളം പോലായിരുന്നു. എനിക്കും അങ്ങനെ ആദ്യം ഒരു ഇല്ല ചാ, എനിക്ക് തോന്നുന്ന ഇപ്പം ഇത്തിരി സ്ക്രാച്ചൊക്കെ ഉള്ള സ്വരമാണെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആച്ചാ. നമുക്ക് സാധാരണ പോലെ മതി അച്ഛാ, ഇതൊക്കെ നമുക്ക് മാറ്റി വെക്കാം. സോറി കേട്ടോ, അച്ഛന് വിഷമം തോന്നരുത്. നമുക്കിത് ഇതൊക്കെ മാറ്റി വെക്കാം അച്ഛാ. അച്ഛൻ പാടിക്കും ഇന്നത്തെ പാട്ട്. അനുപല്ലവി പാടാൻ തോന്നുന്നു. അനുപല്ലവി പാടിക്കോ അച്ഛാ. ഒന്നുമല്ലേ ഞാനൊന്നുമല്ലേ, അങ്ങയെ കൂടാതെ ഏതുമല്ലേ. ഒന്നുമല്ലേ ഞാനൊന്നുമല്ലേ, അങ്ങയെ കൂടാതെ ഏതുമല്ലേ. കാരുണ്യമേ നീ വന്നിടുമ്പോൾ കണ്ണീരുമാറി പ്രഭവിരിയും. കാരുണ്യമേ നീ വന്നിടുമ്പോൾ. മനസ്സിലാക്കാൻ എന്താ അല്ലേ, ഒരു വെപ്രാളം, പെട്ടെന്നൊരു ഉള്ളിൽ നിന്ന് നമുക്ക് തന്നെ നമ്മൾ ആരാണെന്നോ എന്താണെന്നൊക്കെ ഒരു ചിന്ത വന്നപ്പോഴേ അറിയാതെയാണ് നമ്മളിൽ നിന്ന് നമ്മുടെ സെൽഫ് അങ്ങ് വിട്ടുപോകുന്നത് അല്ലേ? ഇത് എല്ലാവർക്കും സാധ്യതയുള്ളൊരു കാര്യമാണ് വെച്ചാൽ നമ്മളങ്ങനെ മറന്നുപോകും ചില സമയത്ത്. നിൽക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ. കൃപയുടെ മുടി ചൂടിയവൻ
കാലിടറി വീഴാതിരിക്കാൻ എപ്പോഴും കരം കൂപ്പട്ടല്ലേ. ഒന്നുകൂടി ഒന്നുമല്ലേ ഞാൻ ഒന്നുമല്ലേ. നാണം വരിക, ഞാൻ എന്നാക്കെ കാണിച്ചു കൂട്ടിയെന്ന് ഓർത്തിട്ട്. ഒന്നുമല്ലേ 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 ഞാനൊന്നുമല്ലേ, അങ്ങയെ കൂടാതേതുമല്ലേ, കാരുണ്യമേ നീ വന്നിടുമ്പോൾ കണ്ണീരുമാറി പ്രഭവിരിയും. ഒന്നുമല്ലേ ഞാനൊന്നുമല്ലേ, അങ്ങയെ കൂടാതേതുമല്ലേ, ഒന്നുമല്ലേ ഞാനൊന്നുമല്ലേ, അങ്ങയെ കൂടാതേതുമല്ലേ, കാരുണ്യമേ നീ വന്നിടുമ്പോൾ കണ്ണീരുമാറി സ്തുതിയുണരും, കാരുണ്യമേ നീ വന്നിടുമ്പോൾ കണ്ണീരുമാറി സ്തുതിയുണരും, ജീവന്റെ ജീവനാകുവാൻ നീ വന്നിടണേ, ജീവിതം ഭാഗ്യപൂർണമായി നീ മാറ്റിയിടണേ, ദിവ്യകാരുണ്യമായി വന്നിടുമ്പോൾ തിരികെ തരാൻ എന്നിലൊന്നുമില്ലേ, ദിവ്യകാരുണ്യമായി വന്നിടുമ്പോൾ തിരികെ തരാൻ എന്നിലൊന്നുമില്ലേ, ജീവന്റെ ജീവനാകുവാൻ നീ വന്നിടണേ, ജീവിതം ഭാഗ്യപൂർണമായി നീ മാറ്റിയിടണേ. പണ്ട് കേട്ട സമയത്തൊക്കെ ഒരു സിമ്പിൾ ട്യൂണാണല്ലോ എന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. ഓ ഒരു ഒരു എനിക്ക് ലാളിത്യമുണ്ട്. തുടക്കം അറിയാവോ, ഓർക്കുന്നുണ്ടോ? ഇല്ല ഓർമ്മയില്ല. ചില വരികൾ തട്ടി ആ, മനസ്സിലല്ലേ. അതെ അതെ, ഈ ഒന്നുമല്ലേ ഒക്കെ പെട്ടെന്ന് ജീവന്റെ അതാ പാടിയിട്ട് ശ്രുതി പോയത്. ജീവന്റെ ജീവനാകുവാൻ നീ വന്നിടണേ, ജീവിതം ഭാഗ്യപൂർണമായി നീ മാറ്റേണമേ, ദിവ്യകാരുണ്യമായി വന്നിടുമ്പോൾ തിരികെ തരാൻ എന്നിലൊന്നുമില്ലേ. എന്താ എന്തെങ്കിലും പറയാൻ വന്നോ? ഇല്ല. പറയാൻ വന്നത് ഈശോയ്ക്ക് എന്താ നമ്മൾ തിരിച്ചു കൊടുക്കണത്? ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഞാൻ പറയാൻ വന്ന മറ്റൊരു കാര്യമുണ്ട്. എന്നെ ഭാഗ്യം എന്ന വാക്ക്, ഒരു ഭാഗ്യമില്ലാത്തവൻ, ഭാഗ്യമുള്ളവൾ, നല്ല ഭാഗ്യമുള്ളവർ, ഇങ്ങനെ ഒത്തിരി തവണ കേട്ടിട്ടുണ്ട്. പക്ഷെ ഭാഗ്യം എന്താണെന്ന് എപ്പോഴും ചിന്തിക്കുമ്പോഴേ എന്നെ എപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവിനെ ഓർമ്മപ്പെടുത്തും. ഭാഗ്യം എന്ന് പറയുന്നത് ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നതാണ്. ഇളയമ്മ എലീശ്വ കുഞ്ഞുമറിയത്തോട് പറഞ്ഞു, എടി കൊച്ചു മറിയപ്പെണ്ണേ, നീ മഹാഭാഗ്യവതിയാണ് കേട്ടോ. മറിയ ഓർത്താൻ ഇങ്ങനെ പറയാൻ കാര്യം? നീ അപാര ഭാഗ്യവതിയാണ് കേട്ടോ. അതിനിങ്ങനെ പറയാൻ കാര്യം പെട്ടെന്ന്? കാരണം നീ വിശ്വസിച്ചു, ദൈവം നിന്നിൽ ഇടപെടുമെന്ന് നീ വിശ്വസിച്ചു. നമ്മുടെ ജീവിതം ഭാഗ്യപൂർണമായി മാറ്റണമെന്ന് സത്യം പറഞ്ഞാൽ എഴുതേണ്ട കാര്യം ഇതാ. ജീവൻ്റെ ജീവനായ കർത്താവേ, നീ എന്നെ വിട്ടുപിരിയില്ലെന്ന് ഓർമ്മ വരുമ്പം ഭാഗ്യവാൻ. നാളെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ഇങ്ങനെയൊന്നും കേട്ട് ഭാഗ്യത്തെ കാത്തിരിക്കേണ്ട. ഭാഗ്യം എൻ്റെ ചങ്കിലുണ്ട്. വിശ്വാസം, ഭാഗ്യം. വിശ്വസിച്ചവൾ ഭാഗ്യവതി. അത് ഒരു പുതിയൊരു തിരിച്ചറിവാച്ച. വിശ്വസിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഭാഗ്യം എന്ന് പറയുന്നത്. അത് ഭാഗ്യമാണ്. ആ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോഴൊക്കെ ഈ ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ പിടിച്ചു നിൽപ്പെളുപ്പം. വിശ്വാസമാണ് എൻ്റെ ഊന്നുവടി.
ഈ ഊന്നുവടി ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം കാൽക്കീഴിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോകുമ്പോഴും വിശ്വാസത്തിൻ്റെ ഊന്നുവടി ഉണ്ടെങ്കിൽ ഈ ഊന്നുവടി ആ മണ്ണിനകത്ത് താഴോട്ട് പോകും. അപ്പം നമുക്കത് പിടിച്ച് നിൽക്കാൻ പറ്റും. അപ്പം നമുക്ക് വിശ്വാസത്തിൻ്റെ നെടുനീളത്തിലുള്ള ഒരു ഊന്നുവടി ഉണ്ടെങ്കിലോ എത്ര മേൽ മണ്ണിങ്ങനെ പോയാലും ഭൂമി ഇങ്ങനെ മാറിപ്പോയാലും ഊന്നുവടി ഇങ്ങനെ താന്ന് പോയി നമ്മളതെ പിടിച്ചുകൊണ്ട് നിൽക്കും. നമുക്ക് ചെറിയ ഊന്നുവടി ആകുമ്പം ഇത്രയും എൻ്റെ ഊന്നുവടി ഉള്ളെങ്കിൽ ചെറിയ പ്രശ്നം വരുമ്പോൾ ഞാൻ പിന്നെ മണ്ണിൽ കിടന്ന് പുറണ്ട് പോകത്തേ ഉള്ളൂ. നെടുനീളത്തിലുള്ളൊരു ഊന്നുവടി. ജീവിതം ഭാഗ്യപൂർണമായി, ജീവിതം വിശ്വാസയോഗ്യമായി, വിശ്വാസം ഭാഗ്യദാനമായി നീ തന്നീടണേ. ഞാൻ ഈ പൂക്കളെല്ലാം പിടിച്ച് ഇങ്ങനെയൊക്കെ പിടിച്ച് പാടണം എന്നൊക്കെ ഓർത്തിരുന്ന അല്ല, ഒരു എച്ചുകെട്ടലിൻ്റെ കാര്യം ഞാൻ പറയായിരുന്നു. യാ ജീവന്റെ ജീവനാകുവാൻ നീ വന്നിടണേ, ജീവിതം ഭാഗ്യപൂർണമായി നീ മാറ്റിയിടണേ, ദിവ്യകാരുണ്യമായി വന്നിടുമ്പോൾ തിരികെ തരാൻ എന്നിലൊന്നുമില്ലേ, ദിവ്യകാരുണ്യമായി വന്നിടുമ്പോൾ തിരികെ തരാൻ എന്നിലൊന്നുമില്ലേ, ജീവന്റെ ജീവനാകുവാൻ നീ വന്നിടണേ, ജീവിതം ഭാഗ്യപൂർണമായി നീ മാറ്റിയിടണേ. നമ്മുടെ സ്വന്തം ഒരു കഴിവിലും ശക്തിയിലും ഒന്നും ആശ്രയിച്ചിട്ട് ഒരു കാര്യവുമില്ലല്ലോ അച്ഛാ. ദൈവം എന്നെ നടത്തുമെന്നുള്ള വിശ്വാസമാണല്ലോ ഏറ്റവും വലുത്. ഈ വിശ്വാസം പറയാനും പ്രചരിപ്പിക്കാനും പ്രസംഗിക്കാനും തപ്പുകൊട്ടി പാടാനും ഒക്കെ എളുപ്പമാണ്. ദൈവൻ്റെ കൂടെ ഉണ്ട്, ദൈവൻ്റെ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആളുകളെയൊക്കെ ത്രസിപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷെ ജെറമ്യായുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ പറയുന്നു, മനുഷ്യനിൽ ആശ്രയിക്കുകയും ശരീരശക്തി അവലംബിച്ച് ദൈവത്തിൽ നിന്ന് ഹൃദയം തിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അവന് ഋതുഭേദങ്ങൾ അവനെ തൊടത്തില്ല. അവൻ വരണ്ട ഭൂമിയിൽ ഒരു നിലത്ത് ഉപ്പുകാറ്റുള്ള സ്ഥലത്ത് വസിക്കും, വാടിപ്പോകും. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ, 7-ാം വാക്യം ജെറമ്യ 17:7, അതോടുള്ള വാക്യങ്ങളിൽ പറയുക, അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെ അവന് എപ്പോഴും പച്ചപ്പുള്ളതായിരിക്കും. അവന് വേനൽക്കാലത്തെ ഭയമേ ഇല്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ചിറകടിക്കുമെന്നൊക്കെ പറയുമ്പം ശരിക്കും അതും തിരിച്ചറിഞ്ഞാൽ, എൻ കഴിവിൽ ഞാൻ ആശ്രയിച്ചു, യേശുവിൻ കരബലം വിസ്മരിച്ചു. ചിലപ്പോഴൊക്കെ ഈ തുത്തുകുണുക്കി പക്ഷിയെ പോലെ ചെയ്യുന്ന നന്മകളുടെ എല്ലാം വിജയം ഞാൻ ചിലപ്പം നമ്മളും അറിയാതെ ഞാനൊന്ന് ഒത്തിരി പറയുന്നുണ്ട്. എങ്കിലും ചിലപ്പോൾ ചില ശുശ്രൂഷകളിലൊക്കെ ഇരിക്കും, നമുക്കറിയാം ഈ ശുശ്രൂഷകൾക്ക് ആൾക്കാർ മുമ്പിൽ ഇങ്ങനെ നിരന്തരം ടൈറ്റിൽ എഴുതി അങ്ങനെ ഇരിക്കും, രചനാ സംവിധാനം ബോണി ചെല്ലാനം, എന്നാൽ നിരന്തരം ഒരു ഫ്രെയിമിൽ ഇങ്ങനെ വന്നാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ പറയുന്നില്ലെന്നേ ഉള്ളൂ. നിരന്തരം ഷാജി അല്ലെങ്കിൽ അച്ഛൻ ബോണി ചെല്ലാൻ ഇങ്ങനെ അറിയാതെ വാക്കിലും നാക്കിലും ചുണ്ടിലും പുഞ്ചിരിയിലും വരവിലും പോക്കിലും സ്റ്റൈലിലും ഇരിപ്പിലും എല്ലാം ഇങ്ങനെ നമ്മളെ പ്രൊജക്റ്റ് ചെയ്യും അറിയാതെ. നമ്മൾ എൻ കഴിവിൽ ഞാൻ ആശ്രയിച്ചു, യേശുവിൻ കരബലം വിസ്മരിച്ചു, നിസ്സഹായനായി ഞാൻ നീറിയപ്പോൾ നിരുപമ സ്നേഹം രുചിച്ചറിഞ്ഞു, എൻ മനക്കണ്ണാടി പതറിയപ്പോൾ യേശുവിൻ സാന്നിധ്യം തിരിച്ചറിഞ്ഞു, ശൂന്യമാവൻ്റെ ഹൃദയമതിൽ നിരുപമ സ്നേഹം രുചിച്ചറിഞ്ഞു. കർത്താവേ, ഞങ്ങളുടെ ഉള്ളിൻ്റെ ശൂന്യതയിൽ
നിസാരതയിൽ നിൻ്റെ നിരുപമ സ്നേഹം, നിസ്സഹായതയിൽ നിൻ്റെ നിരുപമ സ്നേഹം തിരിച്ചറിയാൻ എന്നെയും ഈ ശുശ്രൂഷയിലുള്ള ഈ ക്രൂവിലുള്ള എല്ലാവരെയും, ലോകം മുഴുവനും ഉണർന്നും ജോലി ചെയ്തും ദുഃഖിച്ചും രോഗത്തിലുമൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അനേകർക്കും പാതാളക്കുഴിയിൽ നിന്നും പൊക്കുന്ന നിൻ്റെ കരവും നിൻ്റെ നിരുപമ സ്നേഹവും തിരിച്ചറിയാൻ ഇടവരുത്തണമേ. ആമേൻ. ജീവന്റെ ജീവനാകുവാൻ നീ വന്നിടണേ. ജീവിതം ഭാഗ്യപൂർണമായി നീ മാറ്റിയിടണേ. ദിവ്യകാരുണ്യമായി വന്നിടുമ്പോൾ തിരികെ തരാൻ എന്നിലൊന്നുമില്ലേ. ദിവ്യകാരുണ്യമായി വന്നിടുമ്പോൾ തിരികെ തരാൻ എന്നിലൊന്നുമില്ലേ. ജീവന്റെ ജീവനാകുവാൻ നീ വന്നിടണേ. ജീവിതം ഭാഗ്യപൂർണമായി നീ മാറ്റിയിടണേ. ഒന്നുമല്ലേ ഞാനൊന്നുമല്ലേ, അങ്ങയെ കൂടാതെ ഏതുമല്ലേ. ഒന്നുമല്ലേ ഞാനൊന്നുമല്ലേ, അങ്ങയെ കൂടാതെ ഏതുമല്ലേ. കാരുണ്യമേ നീ വന്നിടുമ്പോൾ കണ്ണീരുമാറി സ്തുതിയുണരും. കാരുണ്യമേ നീ വന്നിടുമ്പോൾ കണ്ണീരുമാറി സ്തുതിയുണരും. ജീവന്റെ ജീവനാകുവാൻ നീ വന്നിടണേ. ജീവിതം ഭാഗ്യപൂർണമായി നീ മാറ്റിയിടണേ. ദിവ്യകാരുണ്യമായി വന്നിടുമ്പോൾ തിരികെ തരാൻ എന്നിലൊന്നുമില്ലേ. ദിവ്യകാരുണ്യമായി വന്നിടുമ്പോൾ തിരികെ തരാൻ എന്നിലൊന്നുമില്ലേ. ജീവന്റെ ജീവനാകുവാൻ നീ വന്നിടണേ. ജീവിതം ഭാഗ്യപൂർണമായി നീ മാറ്റിയിടണേ.
വച്ചു യേശുവിൻ കരങ്ങളിൽ